നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്റെ ഒക്കെ പിടിപ്പുകേട് കാരണം എല്ലാം നശിക്കാൻ പോവാ. നശിച്ച് നാരായണക്കല്ലെടുക്കാൻ പോവാ. ഇത്രയൊക്കെ കണക്കൂട്ടി നീങ്ങിയിട്ടും എങ്ങനെയാ നിന്റെ ഏട്ടാ നമ്മുടെ ശ്രമങ്ങളെല്ലാം പാളിപ്പോയത്? മതി, നിർത്ത്. നടക്കാതെ പോയതിനെ കുറിച്ചല്ല, ഇനി എന്ത് നടത്തിയെടുക്കാൻ പറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്ക്. നടക്കാൻ പോകുന്നത് ഒന്നേ ഉള്ളൂ. ഗിരി ഇവിടെ തിരിച്ചെത്തിയ ആ നിമിഷം അറിഞ്ഞ സത്യങ്ങളെല്ലാം സുധിര അവരോട് പറയും. ഇത്രയും കാലം നമ്മൾ അകറ്റി നിർത്തിയ മഹാലക്ഷ്മിയെ ഈ വീട്ടിലേക്ക് കെട്ടി എഴുന്നള്ളിക്കും. സുമിതയ്ക്ക് വേണ്ടി അവരും കൂടി സംസാരിക്കുന്നതോടെ ഇത്രയും കാലം നമ്മൾ പറഞ്ഞതൊക്കെ നുണയാണെന്നല്ലേ വരൂ. ഗിരിയുടെ മനസ്സിലേ പിന്നെ നമ്മൾ ഈ കഥയിലെ വില്ലന്മാരായിട്ട് മാറും. സുമിത ഗിരിയോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്ത് അമ്മ ടെൻഷൻ അടിക്കണ്ട. അത്ര പെട്ടെന്നൊന്നും ഗിരിയേട്ടൻ നമ്മളെ വിശ്വസിക്കില്ല. സുമിത പറയുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കാൻ മഹാലക്ഷ്മി അമ്മയുടെ ഏറ്റുപറച്ചിലും കൂടി വേണ്ടിവരും. അതില്ലാത്തിടത്തോളം പറയുന്നതൊന്നും തെളിയിക്കാനാവാതെ സുമിത പരാജയപ്പെട്ടു പോകത്തേ ഉള്ളൂ. അപ്പോഴും ഗിരിയുടെ മനസ്സിൽ ഒരു കരട് വീഴാൻ അത് മതിയല്ലോ നിതീഷേ. ആയിക്കോട്ടെ, പക്ഷേ കെട്ടും കിടക്കെടുത്ത് ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങേണ്ടി വരുന്നതിനേക്കാൾ എത്രയോ ഭേദമല്ലേ അമ്മ ഇത്? പക്ഷേ ഇങ്ങനൊരു ഘട്ടത്തില് ഇനി മഹാലക്ഷ്മി അമ്മ നമ്മുടെ ഭീഷണിക്ക് വഴങ്ങി സത്യം പറയാതിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയാം, അവരാ സുമിതയുടെ കൂടെ കൂടി എല്ലാം തുറന്നു പറഞ്ഞേക്കാം. അതിനുള്ള ധൈര്യമൊക്കെ ഇപ്പൊ അവർക്കുണ്ടാവും. പിന്നെ എന്ത് കാര്യോ നീ എന്താ ഈ പറഞ്ഞു വരുന്നേ? ആ തെളിവ് നൽകാൻ മഹാലക്ഷ്മി അമ്മയെ അവർക്കൊരിക്കലും കിട്ടാതിരുന്ന പോരെ. അതെ, ഇനി അതേ ചെയ്യാനുള്ളൂ. അവരിനി പുറം ലോകം കാണണ്ട, നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടാവണം ആ ജീവനാന്തം. മഹാലക്ഷ്മി അമ്മേ, 2 ഇഡ്ഡലി പ്ലേറ്റിലേക്ക് ഇടണം. ഇതിൽ സാമ്പാർ കൂടെ ഒഴിക്കും മഹാലക്ഷ്മി അമ്മേ. അമ്മേ. എന്താ മോനെ? അല്ല, ഒന്നുമില്ലമ്മേ, സോറി. ആ ശരി മോനെ. അയ്യോ, നീ ഒരു പക്ഷെ ഭക്ഷണത്തിന് വന്നാണോ? അത് ചോദിച്ചുമില്ലല്ലോ. ഏയ്, ആള് മാറിപ്പോയതായിരിക്കും മഹാലക്ഷ്മി അമ്മേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.